കാത്തിടും കത്തൻ തൻ ചിറകടിയിൽ മുൾപ്പടപ്പിൽ കാൽ കുടുങ്ങിടാതെ കാത്തിടും കത്തൻ തൻ ചിറകടിയിൽ കാണാതെ പോയ കുഞ്ഞാടി നിന്നെ തേടി വരുന്നൊരു നാഥൻ മുൾപ്പടപ്പിൽ കാൽ കുടുങ്ങിടാതെ കാത്തിടും കത്തൻ തൻ ചിറകടിയിൽ മുൾപ്പടപ്പിൽ കാൽ കുടുങ്ങിടാതെ കാത്തിടും കത്തൻ തൻ ചിറകടിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ ഈ സന്ധ്യാസമയത്ത് സന്ധ്യാ നമസ്കാരത്തിനായി നിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ഞങ്ങൾക്ക് തരുന്ന സാവകാശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, നീ സ്വർഗം വെടിഞ്ഞ് ഈ ലോകത്തിൽ വന്നതിനെ ഞങ്ങൾ ഓർക്കുന്നു. ഒരു പൈതലായി ഈ ലോകത്തിൽ ജീവിച്ചതിനെ ഓർക്കുന്നു. ഒരു യുവാവായി ഈ ലോകത്തിന്റെ അനുഭവങ്ങളെ നേരിട്ടതിനെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവപുത്രനായ നീ കഷ്ടതയും അടിയും ഏൽക്കുകയും തുപ്പേൽക്കുകയും ചെയ്തതും മുൾക്കിരീടം ചൂടുകയും കുരിശ് വഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി
രക്തം ചിന്തി കാൽവറി ക്രൂശിൽ മരിച്ചതിനെ ഞങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. 3 ദിവസം ഖബറിൽ വസിച്ച ദൈവമേ നിനക്ക് സ്തുതി. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമേ നിനക്ക് സ്തോത്രം. നിന്നോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കണമേ, ഞങ്ങളെയും പുതിയ സൃഷ്ടികളാക്കണമേ. നിന്നെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം, ആഴമുള്ള ബന്ധം, അടുപ്പമുള്ള ബന്ധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, രോഗങ്ങളെ സൗഖ്യമാക്കണമേ, പുതിയ സൃഷ്ടികളാക്കണമേ. വരുവാനുള്ളവരെ കൂട്ടിവരുത്തണമേ. എല്ലാവരുടെ മേലും നിന്റെ ആത്മാവിനെ പകരണമേ. ശുശ്രൂഷ നിനക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 69-ാമത്തെ ഗീതം പാടി ശുശ്രൂഷ ആരംഭിക്കാം. സോങ് നമ്പർ 69. വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. നിന്ന കൃത്യം പരനൊക്കെയും പോക്കി, തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു, നവ്യമാക്കുന്നു നിൻ യൗവനമിന്നു, നവ്യമാക്കുന്നു നിൻ യൗവനമിന്നു, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യവാനവൻ നൂനം, ഭക്തരിൽ വാത്സല്യവാനവൻ നൂനം, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലെയോ പോകുന്നു തുലവിൽ, പൂവെന്ന പോലെയോ പോകുന്നു തുലവിൽ, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. തന്നിയമങ്ങളെ കാത്തിടുവോർക്കും, തന്നുടെ ദാസർക്കും താൻ ദയ കാട്ടും, തന്നുടെ ദാസർക്കും താൻ ദയ കാട്ടും, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. നിത്യരാജാവിവനോർക്കുകിൽ സർവ സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ, സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ,
കേൾക്കാം. അസിസ്റ്റ് ചെയ്യുന്നവർക്ക് മുമ്പോട്ട് വരാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വമുണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്ത മിശിഹാരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമ്പോൾ കർത്താവിന്റെ പ്രാർത്ഥനാ ഗീതമായിട്ടുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മാറി മാറി ചൊല്ലാം. സ്വർലോകത്തിൽ ഇരുന്നരുളും ദേവാ ഞങ്ങളുടെ ദാതാ, തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടണമേ. ദാതാ നിന്നോടെ തിരുരാജ്യം വന്നിടണമേ ഈ ഉലകിൽ. തിരുഹിതമിതുപോൽ സുരലോകേ, അതുപോലിവിടെയും ആകേണമേ. വേണ്ടുന്ന ആഹാരമെങ്ങൾക്കിന്നേരണമേ നീ കർത്താവേ. അന്യരോടെങ്ങൾ ക്ഷമിച്ചതുപോൽ അടിയാർ പാപം മോചിക്കാം. പരീക്ഷയിലങ്ങളെയാക്കരുതേ, ദുഷ്ടനിൽ നിന്നോഴിവാക്കുക നീ. രാജ്യം, ശക്തി, മഹത്വങ്ങൾ എന്നും നിനക്കുള്ളവയാമേൻ. ദൈവമായ കർത്താവേ, കാലത്തിന്റെ സൂര്യൻ അസ്തമിക്കുകയും പകൽ കടന്നു പോവുകയും അന്ധകാരം ഭൂമിയെ മൂടുകയും ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ തിരുസന്നിധിയിൽ വന്നിക്കുകയും നിനക്ക് സ്തോത്രം ചെയ്യുകയും നിന്റെ കാരുണ്യത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന തിരുമുമ്പാകെ സൗരഭ്യവാസനയായും ഞങ്ങളുടെ കൈകളെ മലർത്തുന്നത് സന്ധ്യാസമയത്തെ യാഗമായും സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഭയഭക്തിയോടെ നിന്നെ ആരാധിപ്പാനും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. 13-ാമത്തെ പുറം 51-ാം സങ്കീർത്തനം. എന്റെ ലംഘനങ്ങളെ ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ
ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ കൃത്യത്തിൽ ഒഴിവായി, പാപത്തിൽ എന്റെ അമ്മയെ നിർബന്ധിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഹിസ്സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഇന്നത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അതിക്രമങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സുരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞാൻ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ സ്വീകരിച്ചില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. 151-ാമത്തെ പുറം. സ്വർഗീയ മണവാളനാകുന്ന കർത്താവേ, മേലുള്ളവരാലും താഴെയുള്ളവരാലും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും പരിശുദ്ധ സഭയ്ക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനുമായ മശിഹാ തമ്പുരാനെ, നിന്റെ മണവാട്ടിയാകുന്ന ഭൗമസഭയുടെ മക്കളാകുന്ന ഞങ്ങൾ നന്ദിയോടും സ്തോത്രത്തോടും സന്തോഷത്തോടെയും നിന്റെ സന്നിധിയിൽ അണയ്ക്കുന്ന ഈ ആരാധന നീ കൈക്കൊള്ളണമേ. നിന്നിലുള്ള ഞങ്ങളുടെ സന്തോഷം പൂർണ്ണതപ്പെടുവാനും ഈറേന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സന്തോഷകരമായ മണവറയ്ക്ക് ഒരുക്കപ്പെടുവാനും ഞങ്ങൾ പാപത്തിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം സ്വാതന്ത്ര്യപ്പെടുവാനും ഇടയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന പ്രതിവാക്യമായി നിന്റെ മണവാട്ടിയായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടും നീയുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ വീണുപോയ ഞങ്ങളുടെ കുറവുകളെ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. നിർമ്മല പ്രവൃത്തികളാൽ വിവാഹ വസ്ത്രം ഒരുക്കേണ്ടവരായ ഞങ്ങൾ അതിനെ മറന്ന് ജീവിച്ചു പോയ കുറവുകളെ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കായി ഒരുക്കപ്പെടുന്ന മണവറയെയും വാസസ്ഥലത്തെയും മറന്ന് ഇഹലോകത്തിലെ മായാവസ്ഥയിൽ മതിമറന്നു പോയ കുറവുകളെ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ചേർത്തുകൊള്ളുവാനുള്ള നിന്റെ രണ്ടാമത്തെ വരവിനായി ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുങ്ങിയിരിക്കേണ്ടവരായ ഞങ്ങൾ ഒരുക്കമില്ലാത്തവരായി ജീവിച്ചു പോയ കുറവുകളെ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കന്യാവ്രതവും വെടിപ്പുമുള്ള തിരുസഭയെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനും സ്ലീബായിലുള്ള തന്റെ മരണത്താൽ തന്റെ മണവാട്ടി സഭയുടെ വീണ്ടെടുപ്പുകാരനുമായ മശിഹാ തമ്പുരാനെ, മാഞ്ഞു പോകാത്ത ആ കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത ആ മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിന്റെ മണവാട്ടി സഭ വിശുദ്ധിയുടെ ശുഭ്രവസ്ത്രം ധരിച്ച് നിനക്കായി ഒരുക്കപ്പെടുവാൻ ഈ നോമ്പ് നാളുകളിൽ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കരേറ്റും. ഹോശോ വബക്കൻ സബാൻ ലവൽ മിൻ. സത്യമണവാളനും തിരുസഭയെ വഴിതെറ്റിൽ നിന്ന് വീണ്ടെടുത്തവനുമായ മശിഹാ തമ്പുരാനുമായ കർത്താവേ,
പിതാവിന്റെ ഹിതപ്രകാരം തിരുസഭയെ വിവാഹം നിശ്ചയിക്കപ്പെടുവാനായി താൻ ഇറങ്ങി വരികയും തന്നെ തന്നെ നൽകി അവളുടെ വീണ്ടെടുപ്പുകാരനായി തീരുകയും കാന എന്ന പട്ടണത്തിൽ ക്ഷണിക്കപ്പെട്ടവനായി വന്ന് വെള്ളത്തെ വീഞ്ഞാക്കി നൽകി തന്റെ സ്വർഗീയ വിരുന്നിനെ അടയാളപ്പെടുത്തുകയും തന്റെ ക്രൂശ് മരണത്താൽ തന്റെ മണവാട്ടി സഭയെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുകയും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് നീ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്നും ഞാൻ വരുവോളം ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്നും അരുളി ചെയ്ത് നിന്റെ ഓർമ്മയ്ക്കായി പുതിയ നിയമത്തെ നീ സ്ഥാപിക്കുകയും മരണക്കാസായാകുന്ന പാനപാത്രത്തെ നീ നുകരുകയും ചെയ്തു. തന്റെ വിശ്വാസ സമൂഹത്തിന് വാസസ്ഥലമൊരുക്കുവാനായി നീ സ്വർഗാരോഹണം ചെയ്യുകയും നിന്റെ പരിശുദ്ധ റൂഹായെ കാര്യസ്ഥനായി അവൾക്ക് വേണ്ടി നീ നൽകുകയും നീ മടങ്ങി വരുമെന്നുള്ള ഉറപ്പും സ്വർഗീയ മണവറയിലേക്കുള്ള വാഗ്ദാനവും അവൾക്ക് നൽകുകയും ചെയ്തു. നിന്റെ മണവാട്ടിയാകുന്ന സഭ വിവാഹത്തിനായി വിശുദ്ധരുടെ നീതി പ്രവൃത്തികളാകുന്ന ശുദ്ധവും ശുഭ്രവുമായുള്ള വിവാഹ വസ്ത്രത്തെ ഒരുക്കി കാന്തനെ വേൾക്കുവാനായി കാത്തിരിക്കുന്നു. നിനക്ക് വഴിയൊരുക്കുവാനായി നീ അയച്ച നിന്റെ സ്നേഹിതനായ യോഹന്നാൻ നിന്റെ മണവാളത്വത്തെ ഞങ്ങളോട് സാക്ഷിച്ചിരുന്നു. ദീർഘദർശിമാരാൽ നീ അത് ഞങ്ങളോട് പ്രഘോഷിച്ചിരുന്നു. ആയതിനാൽ സ്വർഗീയ മണവാളനാകുന്ന കർത്താവേ, നോമ്പാലും പ്രാർത്ഥനകളാലും തിരുസഭയിൽ മക്കളാകുന്ന ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധർക്ക് യോഗ്യമായ നിർമ്മല നടപടികളോടെ നിന്നെ എതിരേൽപ്പാൻ ഒരുങ്ങി നിന്ന ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരും ആയിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷയിൽ മടികൂടാതെ ജാഗ്രതയോടും വിശ്വസ്തയോടും ലാളിത്യത്തോടും കൂടെ പ്രവർത്തിപ്പാൻ നിന്റെ സഭയെ പ്രാപ്തയാക്കണമേ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും കരുതുന്നവരും ക്ഷമിക്കുന്നവരും തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരും സത്യം സംസാരിക്കുന്നവരും അത്യാഗ്രഹമില്ലാത്തവരുമായി എപ്പോഴും കാണപ്പെടുമാറാകണമേ. സകല അരിഷ്ടതകളും ആവലാദികളും സങ്കടങ്ങളും ഒഴിഞ്ഞിരിക്കുന്ന സൗഭാഗ്യകരമായ അവസാനത്തിന് ഞങ്ങൾ യോഗ്യരായി തീരണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ആമേൻ. സ്വർഗമണാളൻ ശുദ്ധ സഭയെ പാണിഗ്രഹണം ചെയ്തപ്പോൾ ശമയോന്യോഹന്നാനെന്നിവരെ പരമേൽപ്പിച്ചു കൊടുത്തു. രഹബീചാരം ശമയോനും പ്രസംഗം യോഹന്നാനും കൽപ്പിച്ചവരോടരുളി. വിലയേറിയ രക്തം കൊണ്ടും വാങ്ങിയൊരീ സഭയെ സൂക്ഷിപ്പിൻ പാറയ്ക്കുമോ. ശുഭഹോലാബോലബരോ വൽറൂഹോ കാദീശോ. എന്നോലം വാദമല്ലോലം ഉൽമീനാമേ. വിശ്വസ്ത സഭേ, ഭയമേതും വേണ്ട, നിന്റെ സ്വഭാവ ഗുണമതിനാലേ ഒന്നിനുമറ്റൊന്നായി ആരെയും ഞാൻ ഗ്രഹണം ചെയ്തിടുകില്ലൊരു നാളും.
രാജസുതനായി തന്റെ അനുഗ്രഹങ്ങൾ പകർന്ന മണവാളനായുള്ളോവേ, ഞങ്ങൾ സൽപ്രവർത്തികളാൽ പരിമളവാസന നൽകുന്ന വിശേഷ വസ്ത്രം ധരിച്ചും നിന്നെ പ്രസാദിപ്പിക്കുന്ന നിർമ്മല വിശ്വാസത്തിന്റെ പനിനീർ പുഷ്പങ്ങൾ നിന്റെ സ്വർഗീയ മണവറയിൽ വിതറിയും നിന്നിലുള്ള ആരാധനയാൽ നിർമ്മല മന്ദിരങ്ങളായും തീർന്ന് നിന്നെ പ്രസാദിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളാകുന്ന ധൂപം നിന്റെ കർത്തൃത്വത്തെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സൗഭാഗ്യ ഭവനങ്ങളിൽ ഞങ്ങളെ വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ വബക്കൻ സുബാൽന ഉൽമിൻ. മശീഹാനാഥ കൈക്കൊള്ളണമേ നോമ്പും പ്രാർത്ഥനയും നിന്മണവാട്ടി സഭയതിനെ നീ കൈക്കൊണ്ടതുപോൽ ബുദ്ധിയുള്ളൊരു കന്യകമാർ പോൽ നിർത്തിയിടേണമേ. കാത്തിരിപ്പോരാൻ എണ്ണയുള്ളവരായി എതിരേൽപ്പാനായി രക്ഷകനേ നിൻ ശ്ലീബാമകുടം ഏകിയതിനാൽ സ്തോത്രം പാടി അതിനെ ഹരിപ്പാൻ അതിനെ വഹിപ്പാൻ സത്യമണാള നിൻ വകയാകും മണവാറ പൂക നിർമ്മല വസ്ത്രം ധരിച്ചെതിരേൽപ്പാൻ സന്തോഷിപ്പാൻ. 19-ാമത്തെ പുറം ക്രോബകളുടെ സ്തുതി. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ ബഹുമാനം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ ബഹുമാനം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹമല്ലേണമേ. നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. ഞങ്ങൾ പാപികളാണെന്ന് പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവവചനത്തിൽ നിന്ന് 1-ാം പാഠവും 2-ാം പാഠവും വായിക്കാം. ഇപ്പോൾ 1-ാം പാഠം വായിക്കാം. ഒന്നാം പാഠഭാഗമായി ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 16 മുതൽ 23 വരെ. ഹോശേയ പ്രവചനം 2:16 മുതൽ 23 വരെ. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവെ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയും ഇല്ല. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവയെ നിർഭയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും
കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അവ ഇസ്രായേലിന് ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനമല്ലാത്തതിനോട് നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും. നീ എൻ്റെ ദൈവം എന്ന് അവരും പറയും. ഈ വചനങ്ങളാൽ ദൈവം ക്രിസ്തീയ കീർത്തനങ്ങളിൽ 105-ാമത്തെ ഗീതം പാടാം. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു. പാപങ്ങളൊക്കെയും ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകവെ നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു. ഇളയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയതാൽ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനും നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേൽ വഹിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടവേ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു. രണ്ടാം പാട്ട്. രണ്ടാം പാഠമായി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം ലേഖനം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 5:25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്ഥാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തിയിട്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും.
ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മ വല്യത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താതന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇവിടെ പാഠങ്ങൾ അവസാനിച്ചു. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ആത്മാവോടുകൂടി ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യൂഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന്റെ സ്തുതി തന്റെ അനുഗ്രഹം നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡം ധരിച്ച ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ നാളുകളിൽ അവൻ ഇപ്രകാരം ഉപദേശിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, യോർദാൻ അരികെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രയെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും നിരപ്പും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം, മനസ്സുകളെ ഏകാഗ്രമാക്കാം. ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യത്തോട് അടുത്തു വരാം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ച് കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മോട് കൂടെ ഉണ്ടല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ ചുമട് ലഘുവും എൻ്റെ നുകം മൃദുവുമാകുന്നു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് പഠിപ്പീൻ എന്നരുളി ചെയ്യുന്ന കർത്താവിൻ്റെ വലിയ സന്നിധിയിലേക്ക് അടുത്തു വരാം. അവൻ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നവനും നമ്മുടെ ചുമട് വഹിക്കുന്നവനുമായ കർത്താവാകുന്നുവല്ലോ. നമ്മെ തന്നെ സമർപ്പിക്കാം. നോമ്പിന്റെ ഈ നാളുകളിൽ നമ്മെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവശക്തി നമ്മളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകമോഹത്തിന് അധീനരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപ ലഭിക്കേണ്ടതിന് ദൈവശക്തി നമ്മളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം. പ്രലോഭനങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ദൈവ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ യേശുക്രിസ്തുവിന്റെ മക്കളായി ജീവിപ്പാൻ നമുക്ക് നമ്മുടെ തലമുറകൾക്കും കർത്താവ് സഹായിക്കണമേ എന്ന പ്രാർത്ഥന. എല്ലാ രോഗികളെയും ഓർക്കാം. വ്യസനത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. ഭയത്തിലും ഭാരത്തിലും കൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. വാർദ്ധക്യത്തിലും ഏകാന്തതയിലും പാർക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. എം വി വർഗീസ് അങ്കിളിനെ ഓർക്കാം. അനിത ചെറിയാനം അമ്മയ്ക്കായി പ്രാർത്ഥിക്കാം. അനി ജേക്കബ് അമ്മാമയെ ഓർത്ത് പ്രാർത്ഥിക്കാം. വത്സൻ ചായന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞു ദാനിയൽ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം.
ചെറുതും വലുതുമായ ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയ മക്കളെയും ഓർക്കാം. വാർദ്ധക്യത്തിലും ഏകാന്തതയിലും ഒക്കെ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പി ഒ സാമുവൽ അങ്കിൾ, NS ഉമ്മൻ അങ്കിൾ, ആന്റി, അങ്ങനെ നമ്മുടെ അറിവിലും പരിചയത്തിലുമൊക്കെയായി ക്ഷീണാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതി യുവാക്കളെ സമർപ്പിക്കാം. കർത്താവ് അവരെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. എക്സാം ഒക്കെ എഴുതുന്നവരെ, എക്സാം കഴിഞ്ഞവരെ, എൻട്രൻസ് എക്സാമിനായിട്ട് ഒരുങ്ങുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിജയം ദൈവം ദാനം ചെയ്യണമേ. അവർക്ക് നല്ല ഭാവി ജീവിതം നൽകണമേ. അവർ വലിയവരായി തീർന്ന് യേശു കർത്താവിന്റെ നാമം ഉയർത്തുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരെ പ്രലോഭിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന എല്ലാറ്റിനെയും കർത്താവ് നീക്കണമേ എന്ന് അപേക്ഷിക്കാം. ജോലിക്കായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാൻ നല്ല ആലോചനകൾ ആഗ്രഹിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരെ ഓർക്കാം. എല്ലാ ആവശ്യഭാരങ്ങളിലൂടെയും കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. ദുഃഖത്തിലും നെടുവീർപ്പിലും പ്രയാസത്തിലും കൂടെ കടന്നു പോകുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവർ, ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ, സ്ട്രെസ് അനുഭവിക്കുന്നവർ, ആവശ്യഭാരവുമായി വന്നിരിക്കുന്നവർ എല്ലാവരും ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പകരാം. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ എല്ലാ സുവിശേഷ വേലകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വിശ്വാസ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പീഡനത്തിന്റെ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ ഓർക്കാം. കർത്താവ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മിഷൻ ഫീൽഡുകളിലൊക്കെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും രോഗാവസ്ഥയിലും വിദ്യാഭ്യാസം ലഭിക്കാതെയും ഒക്കെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയും നമ്മുടെ സഭയെയും സമർപ്പിക്കാം. നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഈ പ്രദേശത്തെയും സമർപ്പിക്കാം. എല്ലാ ഭരണാധികാരികൾക്കായും പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും വിവിധ സ്ഥലങ്ങളിൽ യുദ്ധത്തിലും പ്രകൃതിക്ഷോഭത്തിലും വരൾച്ചയിലും മതപീഡനത്തിലും പലവിധങ്ങളായ ഉപദ്രവങ്ങളിലും കൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സമാധാനം എല്ലാവരിലും വന്ന് ആവസിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഒരു നിമിഷം നമ്മൾ സമർപ്പിച്ച ഈ എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാമല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുതാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 108 ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നതത്രേ. 108 ഗീതം. എന്നുള്ളമേ സ്തുതിക്കാനി പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ
തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തപമോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തപമോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാ നീ പരമേ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലും ആശയില്ലാതലഞ്ഞു. പാരം കേടിടുമ്പോൾ തിരുമേനിയതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. പാരം കേടിടുമ്പോൾ തിരുമേനിയതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. ദൈവമായ കർത്താവേ, നന്ദിയോടെ നിനക്ക് സ്തുതി. എല്ലാ നല്ല ദാനങ്ങളും തരുന്ന ദൈവമേ, നിനക്ക് സ്തോത്രം. നോമ്പിന്റെ ഈ കാലത്തിനായി സ്തുതി. നോമ്പ് നമസ്കാരത്തിന് ഞങ്ങളെ തന്നെ സമർപ്പണത്തോടെ വന്നു ചേരുവാൻ കൃപ ചെയ്യുന്ന ദൈവമേ, നിനക്ക് സ്തോത്രം. രുചി വെടിഞ്ഞ് രുചി പകരുന്നവരായി തീരുവാൻ ഈ നാളുകളിൽ നീ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. അടിയങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾ അതിന് മുഖാന്തരമായി തീരണമേ. സുവിശേഷ വേലയുടെ അഭിവൃദ്ധിക്കായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മുടെ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിലാണ് സന്ധ്യാ നമസ്കാരം നടക്കുന്നത്. അസിസ്റ്റ് ചെയ്യുന്നതും ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതുമൊക്കെ യുവജന സഖ്യാംഗങ്ങളാണ്. അതിനായി ചേർന്ന് വന്നിട്ടുള്ള യുവജന സഖ്യാംഗങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നത് റിസ്പ ഷിബു ആണ്. റിസ്പയെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കിന്ന് തിരുവചനവുമായി നിൽപ്പാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ അവസരം തന്ന അച്ഛനും യുവജന സഖ്യ അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന ആലയത്തിലും ഓൺലൈനിലുമായിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവന്ദനം. പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ ദൈവമേ, നല്ല ദിവസത്തിന്റെ സന്ധ്യയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉള്ളതിനായി സ്തോത്രം. കേൾക്കുന്ന വചനം അടിയനും കേൾക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണമേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നോമ്പിന്റെ 28ാം ദിവസമായി ഇന്ന് സഭയായി നമുക്ക് ചിന്തിപ്പാൻ തന്നിരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ മണവാട്ടി സഭ എന്നതാണ്. ഇന്ന് നാം വായിച്ചു കേട്ട പാഠഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവാകുന്ന മണവാളൻ സഭയാകുന്ന മണവാട്ടി തനിക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് സഭയെ വിവാഹം ചെയ്യുന്നത്. ഈ ലോകപ്രകാരമുള്ള വിവാഹത്തെ കുറിച്ച് നമുക്കറിയാം. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹ ദിവസം അറിയിക്കുന്നതാണ്. എന്നാൽ ഇവിടെ വിവാഹ ദിവസം അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാം വരവ് എന്നാണെന്ന് അറിയുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42-44 വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയുന്നില്ല. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം ഉറപ്പാണ്. സഭയായ മണവാട്ടിയെ ചേർക്കുവാൻ ക്രിസ്തുവാകുന്ന മണവാളൻ വരുമെന്നും, എന്നാൽ എപ്പോൾ വരുമെന്നും നാം അറിയുന്നില്ല.
അതുകൊണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42-44 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം എപ്പോഴും ഒരുക്കമുള്ളവരും ഉണർന്നിരിക്കുന്നവരുമായിരിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 23 പറയുന്നു, അതിന് യജമാനന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. വിശ്വസ്തതയുള്ളവരായിരിക്കണം, എന്നാൽ മണവാളന്റെ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നാമും കർത്താവിനോടുകൂടെ ചേർക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടമാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരുക്കം. നാം ഒരു വിവാഹത്തിന് പോകുമ്പോൾ ഭംഗിയായി ഒരുങ്ങി വസ്ത്രം ധരിച്ച് വെടിപ്പോടെയാണ് പോകുന്നത്. അതുപോലെ നാം നമ്മുടെ കർത്താവിന്റെ 2ാം വരവ് വരെ വിവാഹ വസ്ത്രം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. നിർമ്മലമായ നമ്മുടെ പ്രവൃത്തികളാലാണ് നാം സൂക്ഷിക്കേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹോശേയ 2:19 ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടി എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ നീതി, ന്യായം, ദയ, കരുണ എന്നിവ പ്രകടമാകണം. ഇവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്ത് തിരുത്തൽ വരുത്തി ഒരുങ്ങണം. അതുപോലെ അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ക്ഷമിക്കണം, സത്യം സംസാരിക്കണം, അത്യാഗ്രഹമില്ലാത്തവരായിരിക്കണം. കല്യാണ വസ്ത്രം എപ്പോഴും വെടിപ്പോടെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെ വായിക്കുമ്പോൾ കാണുന്നത് പോലെ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കല്യാണ സദ്യക്ക് അകത്തു കയറ്റാതെ പുറത്തുള്ള ഇരുട്ടിൽ തള്ളിയതുപോലെയാകും. രണ്ടാമതായി നമുക്ക് വേണ്ടത് കാത്തിരിപ്പ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 23 വരെ വായിക്കുമ്പോൾ വിശ്വസ്തയോടെ തന്റെ യജമാനനെ കാത്തിരിക്കുന്ന ഒരുവനെ കാണുവാൻ സാധിക്കും. അവൻ നല്ലവനും വിശ്വസ്തനും എന്ന യജമാനൻ കണ്ടപ്പോൾ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് യജമാനൻ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മണവാട്ടി സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. മത്തായി 25-1 മുതൽ 13 വരെ വായിക്കുമ്പോൾ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരെ കാണുവാൻ സാധിക്കും. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ള 5 പേർ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു. എന്നാൽ ബുദ്ധിയില്ലാത്ത 5 പേർ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തില്ല. അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു, എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. കന്യകമാർ വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവരുടെ വിളക്ക് കെട്ടുപോയി. അവർ ബുദ്ധിയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല. അതുകൊണ്ട് അവർ എണ്ണ വിൽക്കുന്നവരുടെ അടുക്കൽ വാങ്ങുവാൻ ചെന്നു. അപ്പോൾ മണവാളൻ വന്നു. ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവർ മണവാളനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിലടച്ചു. ബുദ്ധിയില്ലാത്ത കന്യകമാർ വന്ന്, കർത്താവെ, ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാം ബുദ്ധിയുള്ളവരെ പോലെ നാളും നാഴികയും അറിയായികൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരും ഉണർന്നിരിക്കുന്നവരുമായിരിക്കണം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ക്രിസ്തുവിനോടുകൂടി നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ അവനവൻ തന്നെ കരുതണം. എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ പരിചയക്കാർക്കോ കരുതുവാൻ കഴിയില്ല. അവരെല്ലാം ആ നിമിഷം ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ കൈയൊഴിയും. അതുകൊണ്ട് അവനവന്റെ രക്ഷ അവനവൻ തന്നെ കരുതണം. ഇപ്രകാരം ക്രിസ്തു വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടി സഭയായ നമുക്ക് വിശുദ്ധിയോടും വെടിപ്പോടും വിശ്വസ്തയോടും കൂടി ശുഭ്രവസ്ത്രധാരികളായി ഒരുങ്ങി ഉണർന്ന് ക്രിസ്തുവാകുന്ന മണവാളനെ കാത്തിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാം
പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണും. പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം. നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം. നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴുകിടുമേ. 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴുകിടുമേ. 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിലിരുന്ന് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വലിയ കൃപയ്ക്കായി നിനക്ക് സ്തുതി. നീ ഞങ്ങളുടെ മണവാളനാകുന്നുവല്ലോ. ഞങ്ങൾ സഭയായി നിന്റെ മണവാട്ടിയാകുന്നുവല്ലോ. മണവാട്ടിയായ ഞങ്ങളെ കർത്താവേ, ജാതികളിൽ നിന്ന് കറയും വാട്ടവും മാലിന്യവുമില്ലാത്ത വിശുദ്ധിയും വെടിപ്പും തേജസ്സുമുള്ള മണവാട്ടിയാക്കി തീർക്കുവാൻ തക്കവണ്ണം നീ സ്വന്തം ജീവനെ തന്നു എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൈവമേ, നിനക്ക് സ്തുതി. ഞങ്ങൾ നിനക്കായി കാത്തിരിപ്പാൻ, ഞങ്ങളെ തന്നെ ശുദ്ധിയിൽ കാക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കാനും ഞങ്ങൾ കാത്തിരിക്കുവാനും നിന്നോട് ചേരുവാനും ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിച്ച നിന്റെ മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവളെ അനുഗ്രഹിക്കണമേ, നിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ, കൃപയിൽ പരിപാലിക്കണമേ, പഠനത്തെ അനുഗ്രഹിക്കണമേ, ആത്മീക ജീവിതത്തെ അനുഗ്രഹിക്കണമേ. വളർന്ന് വലിയവളായി കർത്താവിന്റെ ഒരു വലിയ സാക്ഷിയായി ഈ ലോകത്തിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ യുവതി യുവാക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അവിടുന്ന് അറിയുന്നു. അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. അവര് പിന്മാറ്റത്തിൽ നിന്നൊക്കെ അവിടുന്ന് വിടുവിച്ച് അവർ യേശുക്രിസ്തുവിന് വേണ്ടി മുന്നേറുന്നവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ ഉത്സാഹമില്ലായ്മയൊക്കെ മാറ്റി
അവരെ യേശുക്രിസ്തുവിന് വേണ്ടി ഉത്സാഹമുള്ളവരാക്കി അവിടുന്ന് തീർക്കണമേ. അവരെ പിന്നോട്ട് വലിക്കുന്ന എല്ലാവിധമായ പ്രലോഭനങ്ങളിൽ നിന്നും, മടിയിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അവരെ വീണ്ടെടുത്ത് അവർ ഞാൻ യേശുവിന്റെ വക എന്ന് ഏറ്റുപറയുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ അനേകർ ജീവൻ വെച്ചു കൊടുത്തതായ ഈ വിശ്വാസം, അനേകർ തങ്ങളുടെ ശരീരത്തിന്റെ മുറിവേൽക്കുന്നതും മരണപ്പെടുന്നതും അതൊന്നും തന്നെ ഗണ്യമാക്കാതെ തങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ സ്നേഹം വിലയേറിയത് എന്ന് കണ്ടതായ ഈ വിശ്വാസം, തിരുവചനത്തിൽ ഞങ്ങൾ മോശയെ കുറിച്ച് വായിക്കുന്നത് പോലെ ഫറവോന്റെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് ഈ ലോകത്തിനു വേണ്ടി തള്ളിക്കളഞ്ഞിട്ട് ദൈവജനത്തോട് ചേർന്ന് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തവനായ മോശയെ പോലെ ആയിത്തീരുന്ന യുവാക്കളായിത്തീരുവാൻ ഞങ്ങളുടെ പ്രിയ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. നിന്റെ നാമം മഹത്വം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇരുപതാമത്തെ പുറം വിശ്വാസ പ്രമാണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവുമേ പിതാവെന്ന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശം, സത്യദൈവത്തിന്റെ സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകപുത്രനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായി മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെയും വരുവാനിരിക്കുന്നവനുമായ യേശുവിനായ പിതാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലികവും അപ്പോസ്തലികവുമായ ഏക വിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ബാലക്മോർ സൗമൻ കാലോ ശയന നമസ്കാരം. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിഹ നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ നീയടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയാൻ ചതിവെടുകിൽ നിൻ കൃപമോചനമെനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആരമദേശമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാ നല്ലയുറക്കമെനിക്കു നിതാ. ആകാസ്വപ്നമശുദ്ധിയിൽ നിന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം മുഴുവൻ. ആകാനിലവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാൽ എന്റെ ശരീരം കാപ്പാനായി വെളിവിനുടെ മാലാഖയെ എനിക്കു നീ തരണം കർത്താവേ. ദ്വേഷത പെട്ടോരിച്ഛയിൽ നിന്നെന്നെ നിര
രക്ഷിച്ചു കൊള്ളണമേ. ഉയിരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശിസഭയം നിൻ രക്തം, നിൻ സൃഷ്ടിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈമനഞ്ഞ ശരീരത്തിൽ നിന്റെ വലം കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതായി എന്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി, എന്റെ ഉറക്കം തിരുമുൻപിൽ നൽകുവം പോരാടണമേ. എന്നെ പോറ്റുന്നുടയവനെ നിന്നോടു തന്നെ യാചിപ്പൂ. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായി ഞാൻ ജീവിക്കാൻ ബലിയായി ജീവനടച്ചവനെ, എന്നെ വ്യസനത്തിലാക്കാൻ സാത്താനെ നീ വിലക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്ലീവാമരണത്താൽ എന്റെ ആയുസ്സു കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടിടുവാൻ, എന്റെ നിദ്രാവേളയിലും നിന്റെ ഉപവിധി കാട്ടണമേ. നിൻ തിരുമനസ്സിനെ ഞാനറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി നിന്റെ മനോഗുണമതിനാലേ എനിക്കു മനോഗുണമരുളുക നീ. നിരപ്പു നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാവും നീ, ഞങ്ങളുടെ രക്ഷകനാമശിഹ നാഥാടിയാക്കരുളണമേ. വെളിവിൻ വെളിവു നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്കു സ്തുതി, നിന്നനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ, നിനക്കു സ്തുതി, നിനക്കു സ്തുതി, സ്തുതി നിനക്കു സ്തുതി. ആയിരങ്ങളിൽ മേലായിരമായി അളവ് കൂടാതെ നിനക്കു സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടേണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ. സത്യവാനായ ദൈവം തമ്പുരാനെ, ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. സകല ദോഷങ്ങളിൽ നിന്നും, സകല പാപങ്ങളിൽ നിന്നും, സകല ദുർവചാരങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. അശുദ്ധമായ വികാരങ്ങളിൽ നിന്നും, മ്ലേച്ഛമായ മോഹങ്ങളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, സാത്താനെടുത്ത വിചാരങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. സകല ശത്രുക്കളിൽ നിന്നും, ചതിവുള്ള സ്നേഹിതന്മാരിൽ നിന്നും, പിശാചുക്കളുടെ പരീക്ഷയിൽ നിന്നും, ദുഷ്ടമനുഷ്യരുടെ ആലോചനയിൽ നിന്നും കർത്താവേ, ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. മറഞ്ഞിരിക്കുന്ന കെണിയിൽ നിന്നും, വ്യർത്ഥ സംസാരത്തിൽ നിന്നും, വൻ ചതിവുകളിൽ നിന്നും, ദുർവ്യവഹാരങ്ങളിൽ നിന്നും, ഇഹലോകത്തിനടുത്ത സകല പരീക്ഷകളിൽ നിന്നും, നിന്നിൽ നിന്നും ഞങ്ങളെ അകറ്റുന്ന സകലത്തിൽ നിന്നും കർത്താവേ, ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. കോപത്തിന്റെ വടിയിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, കോപത്തിൽ നിന്നും, ക്രോധത്തിൽ നിന്നും, മിന്നലിൽ നിന്നും, ഇടിയിൽ നിന്നും, ഭൂകമ്പത്തിൽ നിന്നും,
പഞ്ഞത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും കർത്താവേ, ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. അസഹ്യമായ സങ്കടത്തിൽ നിന്നും ദോഷകരമായ നാഴികയിൽ നിന്നും ഉപദ്രവമുള്ള അധികാരങ്ങളിൽ നിന്നും സഹിപ്പാൻ വഹിയാത്ത സകല ശിക്ഷകളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. അഗ്നിനരകത്തിൽ നിന്നും കഠിനമായ വേദനകളിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കെടാത്ത തീയിൽ നിന്നും പല്ലുകടിയിൽ നിന്നും കരച്ചലിൽ നിന്നും പോകുവേൻ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള ന്യായവിധിയിൽ നിന്നും കർത്താവേ, ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശിവശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗീയമായ തന്റെ ഉയരത്തിൽ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ സന്ധ്യാ നമസ്കാരം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് ഇംഗ്ലീഷ് ഹോളി കമ്മ്യൂണിയൻ സർവീസ് ആയിരിക്കും. എല്ലാവരും ആരാധനയിൽ വന്ന് സംബന്ധിക്കണം. നാളെ വൈകുന്നേരം നമുക്ക് സന്ധ്യാ നമസ്കാരം ഉണ്ടായിരിക്കുകയില്ല. നാളെ വൈകിട്ട് 4 മണിക്ക് സൺഡേ സ്കൂളിന്റെ ആനിവേഴ്സറി പ്രോഗ്രാം ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും വന്ന് സംബന്ധിക്കണം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.